വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. നിഫ്റ്റിയിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ ഇന്നലെ എന്താണ് പറഞ്ഞത്? നമ്മൾ ഇന്നലെ പറഞ്ഞത് 24,360 മുകളിൽ ഒരു 15 to 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിരുന്നു. മാർക്കറ്റ് കുറച്ച് ടൈം വേസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായിരിക്കും ഒരു ബെറ്റർ സിനാരിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുറച്ച് നേരം ഇവിടെ 360 ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ടൈം വേസ്റ്റ് നടത്തി. അതിനുശേഷം ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. നമ്മൾ ഇവിടെ ആ ട്രേഡ് ഇന്ന് എക്സിക്യൂട്ട് ചെയ്തായിരുന്നു. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നാളത്തേക്ക് എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് നാളെ ഒരു സ്മോൾ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്യാപ്പ് ഡൗൺ, ഈ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ബെറ്റർ സിനാരിയോ ആണ്. ഞാൻ അങ്ങനെ വരുവാണെങ്കിൽ മാർക്കറ്റ് നാളെ എങ്ങനെ ഞാൻ ട്രേഡ് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഈ ഒരു ബോക്സിൻ്റെ ഒരു ബ്ലൂ ബോക്സ് ഉണ്ട്. ആ ബോക്സിൻ്റെ അകത്താണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബെറ്റർ. അതിനുശേഷം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം 24,380 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട്, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നാളെ ഇവിടെ കോൾ സൈഡിലോട്ട് ഒരു ട്രേഡ് എടുക്കും. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,513 ആയിരിക്കും. നിങ്ങൾക്ക് 24,500 ആയിരിക്കും എൻ്റെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇതല്ലാണ്ട് നമ്മൾ ജേർണി ടു ദ ക്രോർപതിയിലോട്ട് 2 സ്റ്റോക്ക് നോക്കി വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡാബറിൽ എങ്ങനെയായിരിക്കും നമ്മൾ നാളെ ട്രേഡ് എടുക്കുന്നത്? സപ്പോസ് നാളെ ഡാബർ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ബോക്സിൻ്റെ അകത്താണ്. ഈ ഒരു ബോക്സിൻ്റെ അകത്താണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഒരു 460 to 464 ആ റേഞ്ചിൽ വന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ 480, 500 ആയിരിക്കും എൻ്റെ ടാർഗറ്റ്. അല്ലെങ്കിൽ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 473, 75 റേഞ്ചിൽ ഓപ്പണിംഗ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 480, എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് 500 ലെവലായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു മൂവ്മെൻ്റാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം എത്ര ഒരു ടാർഗറ്റ് കിട്ടും? ഈ ഒരു റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഏകദേശം ഒരു 5% റിട്ടേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതിനകത്ത്. അതിനുശേഷം അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് KFin ടെക്നോളജി. KFinൽ നമുക്ക് എങ്ങനെയായിരിക്കും ട്രേഡ് എടുക്കുക? അതും ഇതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു 914 ഇല്ലെങ്കിൽ ഒരു ഈ റേഞ്ചിൽ 914 റേഞ്ചിൽ ഞാനൊരു ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇതേപോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 950, 974 ആൻഡ് 100. ഇതായിരിക്കും എൻ്റെ KFinലെ ടാർഗറ്റ്സ്. അഥവാ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണിത്. സപ്പോസ് ഇത് 933ൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആണ്. 950, 974, 1000 ആയിരിക്കും എൻ്റെ ടാർഗറ്റ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 894 ആയിരിക്കും. ഡാബറിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞില്ല, ഒന്നുകൂടി കേട്ടോ. ഡാബറിലെ സ്റ്റോപ്പ് ലോസ് എന്താണ്? ഡാബറിലെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 450 ആണ്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ 2 സ്റ്റോക്ക് ഇട്ടുണ്ടായിരുന്നു. ഒന്ന് NBCC. അതിനകത്ത് എങ്ങനെയായിരിക്കും ട്രേഡ്? നമ്മൾ പറഞ്ഞ ലെവൽ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. 95.50ലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി പറയാനായിട്ട്. എങ്കിലും അതിനകത്തൊരു മൂവ്മെൻറ്റ് വന്നു. ഒരു 100 വരെയുള്ളൊരു മൂവ്മെൻറ്റാണ് ഞാൻ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 5% മൂവാണ് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കോട്ടാക് ബാങ്കിൽ നാളെ ഈ ഒരു 386ൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 400 വരെയുള്ളൊരു മൂവ്മെൻറ്റ്, ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടെന്നത്. ഓക്കെ, ഒരു 400 വരെയുള്ളൊരു മൂവ്മെൻറ്റ് ഞാൻ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, രത്തൻവീർ എന്ന് പറയുന്ന സ്റ്റോക്ക് ഒന്ന് അനലൈസ് ചെയ്ത് തരാമോ എന്ന്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കാകാം, ചിലപ്പോൾ നിങ്ങൾ ലോസിലിരിക്കുന്ന സ്റ്റോക്കാകാം, നിങ്ങൾക്ക് അഥവാ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണോ വേണ്ടയോ എന്നറിയേണ്ട ഒരു സ്റ്റോക്കാകാം. അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കുക, ഈ സ്റ്റോക്കിൻ്റെ പേര് പറഞ്ഞ് അനലൈസ് ചെയ്ത് തരാമെന്ന് ചോദിക്കുക. ഞാൻ ഇന്ന് നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നാളെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ആ സ്റ്റോക്കിനെ അനലൈസ് ചെയ്ത് തരും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയായിരിക്കും മൂവ്മെൻറ്റ് വരാൻ നോക്കാം. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ട, ഞാനൊരു വലിയ ടൈം ഫ്രെയിമിൽ കാണിച്ചു തരാം. ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഒരു കൺസോളിഡേഷനിലായിരുന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട്, നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് കിട്ടിയത്. കണ്ടോ, നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് വന്നത്. പക്ഷേ ആ ബ്രേക്ക് ഔട്ട് അവിടെ ക്ലോസ് ആയില്ല. പിന്നെയും സെല്ലിംഗ് ഒക്കെ വന്നതിന് ശേഷം പിന്നെയും മാർക്കറ്റിൽ ബയേഴ്സ് വന്നു, ബ്രേക്ക് ഔട്ട് നടന്നു അവിടെ പിന്നെ. ഓക്കെ, അതിനുശേഷം കണ്ട ഇതൊരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യുന്നുണ്ട്. സപ്പോസ് നാളെ ഈ ഒരു
ഞാൻ പറയുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 170 റേഞ്ച് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ എത്ര നാൾ ക്ലോസിംഗ് ഉണ്ടോ എങ്കിൽ ഓക്കെ. ഇതിൻ്റെ താഴെ ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ ഒരു ക്ലോസിംഗ് വന്ന് കഴിഞ്ഞാൽ പിന്നെയും ഒരു ഡൗൺ സൈഡിലോട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊരു 160 150 റേഞ്ചൊക്കെ ആയിരിക്കും, 155 ആ റേഞ്ചൊക്കെ ആയിരിക്കും. പക്ഷേ അത് ചാൻസ് കുറവാണ്. ഒരു 170 ആ റേഞ്ച് വരെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ, നല്ലൊരു ഫോർമേഷൻ, ഒരു ക്യാൻഡിൽ ഫോർമേഷനൊക്കെ, ഒരു നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 189 ഫസ്റ്റ് ടാർഗറ്റ്, 200 ഞാൻ എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വരെയൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനത്തെ സ്റ്റോക്സിൽ ഞാൻ ട്രേഡ് എടുക്കാറില്ല. കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ഡെത്തായിട്ട് കിടക്കുന്ന സ്റ്റോക്ക് എടുക്കാറില്ല. പിന്നെ വേറൊരു കാര്യം പറയാം, നല്ലൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണിത്. ഇതൊരു 220 ലെവലൊക്കെ ലോങ് ടൈമിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മേലോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. അത് എത്ര ലെവലൊക്കെ ആണെന്ന് നമുക്ക് ഒരു 250 ലെവലൊക്കെ വരെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചിലപ്പോൾ അത് എത്ര ടൈം എടുക്കും അതൊന്നും പറയാൻ പറ്റില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് വരുന്നൊരു സ്റ്റോക്കാണ്. എന്നിട്ടും പക്ഷേ മൂവ്മെൻറ്റ് വളരെ കുറവാണ് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിയും കണ്ടും ട്രേഡ് എടുക്കുക, നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക. ഓക്കെ, ബൈ.